കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ദൈവം അവസരം തന്നിരിക്കുകയാണ്. അതിൻ്റെ അടയാളങ്ങൾ എന്ത് എന്ന ചോദ്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വിശകലനം ചെയ്യുകയായിരുന്നു. അതെ, ഇന്ന് നാം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവവചനം ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിന്റെ വചനം വീണ്ടും ഞങ്ങൾ ധ്യാനിക്കുവാൻ അടുത്തു വരുന്നു. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. വചനം ഗ്രഹിപ്പാൻ കൃപ നൽകണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. യേശു കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് തന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യെരൂശലേം ദേവാലയത്തെ നോക്കി ഇത് തകരുമെന്ന് പറഞ്ഞു. മാത്രമല്ല, യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് യേശു സംസാരിച്ചു. ലോകാവസാനത്തെക്കുറിച്ച് അർത്ഥം വരുന്ന സംഭാഷണങ്ങൾ യേശു നടത്തി. ഈ കാര്യങ്ങളുടെ അടയാളം എന്താണെന്നും ഇതെപ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അറിയുവാൻ ശിഷ്യന്മാർ വാസ്തവമായി ആഗ്രഹിച്ചു. ആ സമയത്ത് അവർ ചോദിച്ച 3 ചോദ്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. ഒന്നാമത് ചോദിച്ചത് അതെപ്പോൾ സംഭവിക്കും, അതായത് യെരൂശലേമിന്റെ നാശം എപ്പോൾ സംഭവിക്കും. അത് ചോദിച്ചപ്പോൾ യേശു അതിന് ചില അടയാളങ്ങളൊക്കെ പറഞ്ഞു. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഓർത്തോണം, രക്ഷപ്പെടുകയില്ല, ഇനിയൊരു ചാൻസ് ഇല്ല, ഓടിക്കോണം എന്നാണ് യേശു പറഞ്ഞത്. അത് മനസ്സിലാക്കി ശിഷ്യന്മാർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. യെരൂശലേം തകർന്നുപോയി. ആ ദേവാലയം അന്ന് തകർന്നിട്ട് ഇന്ന് വരെ പണിതിട്ടില്ല. അന്ന് തകർന്നു പോയിട്ട് അതിനുശേഷം യഹൂദന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറി ഓടി. യഹൂദന്മാർ ഇവിടെ വന്നു, കൊച്ചിയിൽ താമസിച്ചു, എറണാകുളത്ത് താമസിച്ചു. അവർ ബുദ്ധിജീവികളും മിടുക്കന്മാരുമായതുകൊണ്ട് എല്ലാ ബിസിനസ്സുകളിലും അവർ ഏർപ്പെട്ടു. എങ്കിലും അവർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രമോ ദേവാലയമോ ആരാധനയോ ഇല്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അവർ അലഞ്ഞു തിരിഞ്ഞു. പക്ഷേ അവർ മറ്റെല്ലാവരെക്കാളും മതപരമായി നല്ല ഉറപ്പുള്ള ഒരു വേരവർക്കുള്ളതിനാൽ അവരെവിടെ പോയാലും അവർ മറ്റ് ജാതികളോട് ഇടകലരാതെ അവരവരുടെ കാസ്റ്റ് സൂക്ഷിച്ചു. അങ്ങനെ അവർ വീണ്ടും യെരൂശലേമിലേക്ക് ഇതാ മടങ്ങി വരുന്നു. ഈ വിഷയമെല്ലാം നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിലെ പഠന വിഷയമാണ്. യഹൂദൻ പലസ്തീനിലേക്ക് മടങ്ങി വരുമ്പോൾ യേശുവിൻ്റെ മടങ്ങിവരവ് അടുത്തു എന്ന് സൂചനയുണ്ട്. അതടുത്ത ദിവസം നാം പഠിക്കും. അന്ന് ചിതറിയോടിയ യഹൂദൻ എന്ന് തിരികെ വരും, അന്ന് നിങ്ങൾ ഓർത്തോണം യേശു മടങ്ങി വരാറായി എന്ന്. ഇതാണ് ഇതിന്റെ സൂചന. ഇതെല്ലാം അടുത്ത ദിവസങ്ങളിൽ നാം പഠിക്കാൻ പോവുകയാണ്. എന്നാൽ ഇന്നത്തെ ഭാഗം, ഒന്നാമത്തെ അടയാളം നോക്കാം. യേശു പറഞ്ഞത്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. അപ്പോൾ ഒന്നാമത്തെ അടയാളമായിട്ട് യേശു പറഞ്ഞത് കള്ളക്രിസ്തുക്കൾ. കള്ളക്രിസ്തുക്കൾ. ഇതിനോടകം ഞാൻ ക്രിസ്തുവാണ് എന്ന് അവകാശപ്പെട്ട ചിലരെ കുറിച്ചെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പലർ ഈ പേരെടുത്ത് അഭിനയിച്ചു. കേരളത്തിലും ചിലരൊക്കെ അഭിനയിച്ചു. ലോകം കണ്ടിട്ടുള്ള സകല ദേവന്മാരും എന്നിലുണ്ട് എന്ന് അവകാശപ്പെട്ട ചിലർ ഇപ്പോഴും ഭാരതത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇത് കുറെ കൂടെ രൂക്ഷമാകും. ഇപ്പോൾ ഈ വന്നതൊന്നും സാധാരണ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ തെറ്റിച്ചിട്ടില്ല. ക്രിസ്തു ശിഷ്യനെ പോലും തെറ്റിക്കത്തക്ക വിധത്തിൽ സാക്ഷാൽ ഞാൻ ക്രിസ്തുവാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ രംഗത്തു വരും. ഇത് കണ്ട ആരും വഞ്ചിക്കപ്പെടരുത്.
അങ്ങനെ യേശു വരികയില്ല. എന്ന് പറഞ്ഞാൽ ഈ നടക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഒരാൾ എഴുന്നേറ്റിട്ട് ഞാൻ ക്രിസ്തു ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, അങ്ങനെ ഇനി യേശു ഈ ഭൂമി വരത്തില്ല. അതായത് യേശു, ഞാൻ ഇതിനു മുമ്പ് ഈ ക്ലാസ് പറഞ്ഞ ഒരു വാചകം വീണ്ടും ഓർപ്പിക്കാം. അവൻ വന്നതുപോലെയല്ല വരുന്നത്, അവൻ പോയതുപോലെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ വന്നതൊരു സാധാരണ മനുഷ്യൻ, ആൾക്കൂട്ടത്തിൽ നിന്ന് യേശു പ്രത്യക്ഷ വരികയായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞായിട്ട് ജനിച്ച എന്നെയും നിങ്ങളെയും പോലെ ഒരു വീട്ടിൽ ഒതുങ്ങി, ഒരു പഞ്ചായത്തിൽ ഒതുങ്ങി, ഒരു റേഷൻ കാർഡിൽ ഒതുങ്ങി വളർന്ന് വിദ്യാഭ്യാസം ചെയ്ത് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് യാതൊരു പ്രത്യേകതയില്ല. 2 കണ്ണേ ഉള്ളൂ, 4 കണ്ണില്ല. 1 തലയേ ഉള്ളൂ, 8 തലയില്ല. 2 കൈയേ ഉള്ളൂ, 6 കൈയില്ല. 2 കാലേ ഉള്ളൂ, തിരിച്ചറിയാൻ ഒന്നുമില്ല, അടയാളമില്ല. തിരിച്ചറിയാൻ ഒരടയാളവുമില്ല. യേശു ചെറുപ്പത്തിലെ കടലാസ് കൊണ്ട് കിളികളെ ഉണ്ടാക്കി, ആ കിളി ജീവൻ വെച്ച് പറന്നുപോയി എന്നൊക്കെ പറയുന്ന നുണ പറയുന്നതാണ്, ബൈബിളിലില്ല. യേശു കുഞ്ഞായിരുന്നപ്പോൾ ഒരത്ഭുതവും ചെയ്തിട്ടില്ല. വേദപുസ്തകത്തിലെ സത്യങ്ങൾ അതിൻ്റെ ഉള്ള നിലയിൽ പറഞ്ഞില്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെടുമല്ലോ. ഒരിക്കലും തിരിച്ചറിയത്തക്ക ഒരടയാളവും അവൻ ചെയ്തില്ല. അവൻ സാധാരണക്കാരൻ ഒരുവനെ പോലെ ജീവിച്ചു. അവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന് ചോദിച്ചാൽ മരപ്പണി ചെയ്തിരുന്ന ഒരു പിതാവിനെ സഹായിച്ചുകൊണ്ട് അയാളുടെ കൂടെ നടക്കുകയായിരുന്നു യേശു എന്ന ബാലകൻ. ഒരു സുപ്രഭാതത്തിൽ അവൻ യോർദാൻ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ വരുമ്പോഴാണ് ഇവനിലുള്ള അസാധാരണത്വം പുറത്തു വരുന്നത്. അങ്ങനെയാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ പൊതുജനത്തിന്റെ ഇടയിൽ നിന്ന് ഒരാള് യേശുവാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്നു ആദ്യം സംഭവിച്ചത്. അതുകൊണ്ട് ആളുകൾ ചോദിച്ചു, നീ മശിഹയാണോ? നീയാണോ മശിഹ? നീയാണോ ക്രിസ്തു? നീയാണോ ക്രിസ്തു എന്നെല്ലാവരും ചോദിച്ചു. യേശു പറഞ്ഞു, അത് ഞാൻ തന്നെ, വരുവാനുള്ള മശിഹ ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. ഇതുപോലെ തന്നെ ഈ ആൾക്കൂട്ടത്തിൽ ഒരു 35 വയസ്സുകാരനായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് യേശു വരുമെന്ന് ഇപ്പോൾ ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ധാരണ വെച്ചുകൊണ്ട് ആരാണ്ടൊക്കെ ക്രിസ്തുവായിട്ട് അഭിനയിച്ചുകൂടെ? ചിലരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിലരൊക്കെ ഇപ്പോഴും ആ വേഷം കെട്ടി അവിടെ ഇവിടങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങളെ തെറ്റിക്കാനിട വരരുത്. യേശു അങ്ങനെ ഇനി വരത്തില്ല. ഈ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് യേശു ഇനി വരികയില്ല. തിരിച്ചറിയാൻ മേലാതെ മനുഷ്യനെ പോലെ തന്നെ ഈ മനുഷ്യരിൽ ഒരാളായിട്ട് യേശു ഇനി വരികയില്ല. ഇനിയും ഒരു മാനുഷിക വേഷത്തിലല്ല അവൻ വരുന്നത്, തികച്ചും ദൈവിക രൂപത്തിലാണ്. അതായത് പ്രപഞ്ചത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ മുഴുവനും ഭരണാധിപൻ എന്ന നിലയിൽ ആധികാരികമായി അധികാരത്തോടുകൂടിയായിരിക്കും യേശു മടങ്ങി വരുന്നത്. ഈ മടങ്ങിവരവ് വളരെ പ്രധാനപ്പെട്ട സംഭവമായിരിക്കും. ആകയാൽ അതിനെക്കുറിച്ച് നാം വളരെ ബോധവാന്മാരായിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന കർത്താവിന്റെ വചനങ്ങൾ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇതാണ് ഒന്നാമത്തെ അടയാളം. ഈ കാര്യം ലൂക്കോസിലും പറഞ്ഞിട്ടുണ്ട്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും, അവരെ അനുഗമിക്കരുത്. അപ്പോൾ ക്രിസ്തു ഇതിനു മുമ്പ് ഇവിടെ വന്ന അതേ വേഷത്തിൽ, അതേ യൂണിഫോമിൽ, അതേ വഴിക്ക് ആ വിധത്തിൽ അവൻ വരികയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു അത്ഭുതം കാണിച്ച് അഥവാ വെള്ളത്തിന്മീതെ നടക്കുകയോ ഒരു രോഗിയെ സൗഖ്യമാക്കുകയോ, അല്പം പോലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഇങ്ങനെ കായികമൊക്കെ കറക്കി പ്രാർത്ഥിച്ചേച്ച് അത് അവലോ മലരോ ആക്കി നിങ്ങളുടെ കയ്യിലോട്ട് തന്നാൽ ക്രിസ്തു ആണെന്ന് ധരിക്കരുത്. ക്രിസ്തു ആദ്യം വന്നപ്പോൾ വെള്ളം വീഞ്ഞാക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തു. അതുപോലെ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് വല്ല മാജിക്കും കാണിച്ചിട്ട് ഞാൻ ക്രിസ്തു ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഗമിക്കരുത്. ഇനി ക്രിസ്തു അങ്ങനെ ഇവിടെ വരികയില്ല. ഇനി ക്രിസ്തു വരുന്നത് എങ്ങനെയാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞു. യേശുവിൻ്റെ വരവ് എങ്ങനെ എന്ന് ഞാൻ പല പ്രാവശ്യം വിവരിച്ചു. ഒന്ന്, അവൻ രഹസ്യമായി ആകാശത്തിൽ വരികയും തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുകയും ചെയ്യും. അപ്പോൾ ഒരാളെ നിങ്ങൾ ഇനി അതിനുവേണ്ടി അനുഗമിക്കേണ്ടി വരികയില്ല.
അങ്ങനെ അഭിനയിക്കുന്നത് മുഴുവൻ വ്യാജ ക്രിസ്തുക്കളായിരിക്കും. ഇതൊരടയാളമാണ്. യേശു ആ വരവിന് ശേഷം പരസ്യമായി വരുന്നത് തൻ്റെ ദൂതന്മാരും വിശുദ്ധന്മാരും ചേർന്നാണ് വരുന്നത്. അത് ഒലിവുമലയിലായിരിക്കും. അപ്പോൾ അവിടെയും ആർക്കും പറ്റിക്കാൻ പറ്റാത്തവണ്ണം പെർഫെക്റ്റായിട്ടും കറക്റ്റായിട്ടുമാണ് യേശുവിൻ്റെ മടങ്ങി വരവ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവാണെന്നൊരു വ്യക്തി അവകാശപ്പെട്ടാൽ അത് വ്യാജമാണെന്ന് നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്, സംശയിക്കേണ്ട. ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് വരും. കർത്താവിൻ്റെ വരവിൻ്റെ ദിവസങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഇവിടെ പലരും ക്രിസ്തു ആകാൻ ഒരുങ്ങിയിരിപ്പുണ്ട്. അതിന് വല്ല സിദ്ധിയൊക്കെ കാണിക്കും, അത്ഭുതങ്ങളൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ പലരും ഇപ്പം രംഗത്ത് വരുന്നുണ്ടല്ലോ. ഇതാണ് ഒരടയാളം. രണ്ടാമത്തെ അടയാളം യേശു പറഞ്ഞിരിക്കുന്നത് നോക്കുക. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. അതാദ്യം സംഭവിക്കേണ്ടതിന് തന്നെ, എന്നാൽ അത് അവസാനമല്ല. മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 24:6. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടതിന് തന്നെ, എന്നാൽ അത് അവസാനമല്ല. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുൻപ് നടന്നിട്ടുള്ളതിനേക്കാൾ കൂടുതൽ യുദ്ധങ്ങളുണ്ടായി. അടുത്ത യുദ്ധങ്ങളുടെ സാധ്യതകൾ അടുത്തടുത്ത് വന്നു നിൽക്കും. ഇത് യേശു കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ രണ്ടാമത്തെ അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്നു. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, പക്ഷെ ഞെട്ടരുത്, അതുകൊണ്ടും കാര്യം തീരുന്നില്ല. മൂന്നാമത്തെ അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്നത് വാക്യം 7. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ജാതി ജാതിയോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ മുസൽമാനും ക്രിസ്ത്യാനിയും കൂടി എതിർക്കുമെന്നല്ല. ഒരു ജാതി തന്നെ അതേ ജാതിയോട് എതിർക്കും. ജാതി ജാതിയോട് എതിർക്കുമെന്ന് പറയുമ്പോൾ ആളുകൾ ധരിച്ചിരുന്നത് ഹൈന്ദവനും മുസൽമാനും കൂടെ കൂടി അടിക്കുന്നതാണ്. അല്ല, ഹൈന്ദവനും കൂടി അടിക്കും, മുസൽമാനും കൂടി അടിക്കും, ക്രിസ്ത്യാനിയും കൂടി അടിക്കും. ജാതി തന്നെ ജാതിയോട് എതിർക്കും. രണ്ട് സ്ഥലത്തും പറഞ്ഞിരിക്കുന്ന അടയാളമാണ് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇതാണ് മൂന്നാമത്തെ അടയാളം. ഇതിനു മുമ്പ് എങ്ങും ഉണ്ടാകാത്ത വിധം അന്തഛിദ്രങ്ങൾ എല്ലാ രാജ്യത്തും ആരംഭിച്ചു. ജാതി ജാതിയോട് എതിർക്കുന്നു. ഇറാൻ ഇറാഖ് യുദ്ധം എത്ര കാലം നീണ്ടുനിന്നു? എത്ര കോടി ചെലവാണതിന്? എത്ര കിണറുകൾ കത്തി? എത്ര നിരപരാധികൾ മരിച്ചു? ഒരേ ജാതി, അവർ തമ്മിലടി. ഇതാണ് ഈ പ്രവചനം സൂചിപ്പിക്കുന്നത്. ഈ പ്രവചനം സൂചിപ്പിക്കുന്നത് ജാതി ജാതിയോട് എതിർക്കും. ഇനി അത് കൂടാൻ പോവുകയാണ്. മറ്റൊരു മതക്കാരനുമായി വഴക്കുണ്ടാക്കാൻ വേണ്ടി കൂട്ടിവെച്ച ആയുധങ്ങൾ തമ്മിലടിക്കാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഡേറ്റ് ഇട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഞാൻ ഈ ടെലിവിഷനിലൂടെ വരുന്ന ഈ പൊതു സന്ദേശമായതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. മറ്റൊരു ജാതിയെയോ മറ്റൊരു മതക്കാരനെയോ ഒതുക്കാൻ വേണ്ടിയാണ് ആയുധം ഉണ്ടാക്കിയത്. അതിനുവേണ്ടിയാണ് കരാട്ടെ പഠിച്ചത്, കളരിപ്പയറ്റ് പഠിച്ചത്. അതിനുവേണ്ടിയാണ് ഒരു ചെറുപ്പക്കാരെ ഗുണ്ടായുസം പഠിപ്പിച്ച് മറ്റൊരുത്തനെ ഉപദ്രവിക്കാനും തല്ലാനും അടിക്കാനും ഓടിക്കാനും ഒതുക്കാനും കൊല്ലാനും വേണ്ടിയുള്ള ട്രെയിനിങ് പല മതങ്ങളിലും നടക്കുന്നുണ്ടല്ലോ. ആർക്കും നിഷേധിക്കാൻ പറ്റുകയല്ലോ. സുവിശേഷം പ്രസംഗിക്കുന്നവരൊഴിച്ച് ബാക്കി എല്ലാ മതക്കാരും ഒരു കൂട്ടം ഗുണ്ടകളെ വളർത്തുന്നുണ്ട്. തല്ലാനും കൊല്ലാനും, വേണ്ടി വന്നാൽ ചാവേർപ്പടയാകാനും ഒരു ടീമിനെ സജ്ജമാക്കി ചെറുപ്പക്കാരെ വളരെ വൃത്തികെട്ട നിലയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, അങ്ങനെയുള്ള വല്ല പ്രവർത്തനത്തോടും ബന്ധമുള്ള വല്ല സുഹൃത്തുക്കൾ എന്നെ കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ആയുധം, നിങ്ങൾ പഠിപ്പിച്ച ഈ ചെറുപ്പക്കാർ നിങ്ങൾക്കെതിരെ തിരിയുമെന്ന് ഒരു സുവിശേഷകൻ പ്രവചിച്ചു പറയുകയാണ്. അതിനൊന്നും വിഷമിക്കേണ്ട, ആരും ഒന്നും ചെയ്യേണ്ട. വഴക്ക് നിങ്ങളുടെ അകത്തു നിന്ന് പുറപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധം എടുത്ത് നിങ്ങൾ ചേട്ടൻ അനിയനെ വെട്ടും, അനിയൻ അളിയനെ വെട്ടും. അങ്ങനെ ഈ കൊലപാതക രാഷ്ട്രീയം തമ്മിൽ വെട്ടി നശിക്കാൻ പോകുന്നുവെന്ന് ആരെയും തല്ലാൻ പഠിപ്പിക്കാത്ത സുവിശേഷകന്മാർ
പ്രവചിച്ച് പറയുകയാണ് അത് ഈ രാജ്യത്തും സംഭവിക്കാൻ പോവുക. എന്ത് വിലവെടുത്തും തീവ്രവാദത്തെ അമർച്ച ചെയ്യുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇതാ ഈ ആഴ്ചയിലും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എത്രയോ ദേവാലയങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ആയുധം ഉപയോഗിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ രഹസ്യ സങ്കേതങ്ങളിൽ മതപരമായ വർഗീയമായ അടുത്ത ലഹളയ്ക്കുള്ള ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഒരു മനുഷ്യന് ചാവേർപ്പടയിൽ അംഗമാകാമെന്ന ക്ലാസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയും യാതൊരു സർക്കാരിനും ഒതുക്കാൻ മേലാതവണ്ണം തീവ്രവാദം ഇവിടെ ശക്തിപ്പെട്ടു കഴിഞ്ഞു. ബിൻ ലാദനെ ഒതുക്കാൻ എത്ര ലക്ഷം നിരപരാധികളെ വധിച്ചു. എവിടെ ബിൻ ലാദൻ? സാധിക്കില്ല. നിങ്ങൾക്ക് തീവ്രവാദത്തെ ഒതുക്കാൻ കഴിയുകയില്ല. ഒരിക്കലും ഈ നയങ്ങൾ കൊണ്ടൊന്നും ഇതിന് പരിഹാരമില്ല. ഇത് അന്ത്യകാല ലക്ഷണങ്ങളാണെന്ന് വേദപുസ്തകം പറയുന്നു. അത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും. രാജ്യത്തെ ഉപദ്രവിക്കുന്നത് പുറത്തുനിന്ന് ഒരാളല്ല, രാജ്യത്തിനകത്തുനിന്ന് ഒരാളായിരിക്കും. പുറത്തുനിന്നൊരാൾ വന്നിട്ടുള്ള ആക്രമണമൊക്കെ നമുക്ക് സഹിക്കാം. ഇതിനകത്തു നിന്നുള്ള ബോംബായിരിക്കും ഇതിനെ തകർക്കുന്നത്. ഇതിനകത്ത് നിന്നുള്ള തീവ്രവാദിയായിരിക്കും ഇതിനകത്ത് തീ കത്തിക്കാൻ പോകുന്നത്. ജാതി ജാതിയോട് എതിർക്കും, കക്ഷി കക്ഷിയോട് എതിർക്കും. എന്തിന് പറയുന്നു? ക്രൈസ്തവ സമൂഹത്തിലെ പ്രധാന വഴക്ക് പുറത്തുനിന്നല്ല, അകത്തുനിന്നാണല്ലോ. അതിന്റെ വഴക്ക് തീർക്കാനല്ലേ കോടതികളിൽ ഇങ്ങനെ നാളുകളായിട്ട് കേസുകൾ നടക്കുന്നത്. മതം മതത്തോട് എതിർക്കുന്നു, ജാതി ജാതിയോട് എതിർക്കുന്നു, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കുന്നു. യേശു പറഞ്ഞിട്ട് പോയ സംഭവമാണിത്. മറ്റൊരു വിഭാഗക്കാരനെ അടിക്കാനും കൊല്ലാനും വെട്ടാനും ആയുധങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും ആയുധം ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും. പക്ഷെ നിങ്ങൾ ആരെയും വെട്ടണ്ട. നിങ്ങൾ തമ്മിൽ വെട്ടാൻ സമയം അടുത്തു വരുന്നു. ഇപ്പോൾ അത് കണ്ടു തുടങ്ങി. വളരെ ശക്തമെന്ന് പറഞ്ഞിരിക്കുന്ന പല ഗ്രൂപ്പുകൾക്കകത്തും പല രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും കടുത്ത മത്സരം തുടങ്ങി. ഇവർ തമ്മിലടിക്കുവാൻ വേണ്ടി ആയുധം എടുത്തു തുടങ്ങി. പാവപ്പെട്ട നിരപരാധികളെ വെട്ടാനുപയോഗിച്ച് അതേ വാള് സ്വന്തം സഹോദരന്റെ കഴുത്തിൽ വയ്ക്കുവാൻ ഇതാ സമയം വന്നിരിക്കുന്നു. ഇത് തമ്മിത്തല്ലി തകരാനുള്ള വക്കത്ത് വന്ന് നിൽക്കുകയാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. പറയാതിരിക്കാൻ കഴിയുകയില്ല. യേശു കർത്താവ് പറയുന്നു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഈ രാജ്യത്തെ തകർക്കുവാൻ ഇതിനകത്തുനിന്ന് ആളുകൾ എഴുന്നേൽക്കുന്നു. അതെ, ഇതുപോലെ എല്ലാ വൻകിട രാജ്യങ്ങളും വേദന സഹിക്കുന്നു. ലോകത്തിന്റെ പോലീസുകാരെന്ന് വിളിച്ച രാഷ്ട്രങ്ങളൊക്കെ, ലോകത്തെ എവിടെയെങ്കിലും യുദ്ധം ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് അവരെ സഹായിക്കാമെന്ന് പറഞ്ഞ രാഷ്ട്രങ്ങൾക്കകത്ത് പുകയുകയാണ്. അവരുടെ അകത്ത് നിന്ന് അവരെ നശിപ്പിക്കാനുള്ള ശത്രു വളരുകയാണ്. അവരുടെ ചോറ് തിന്ന് അവരുടെ ശമ്പളം പറ്റിക്കൊണ്ട് അവരുടെ രാഷ്ട്രത്തിനകത്തിരുന്നുകൊണ്ട് ട്രെയിനിങ് നടത്തി ആ രാഷ്ട്രത്തിന് തീ കൊളുത്താൻ ആളുകൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ തടയും? നമ്മുടെ വിഷയം ഇത് കാണുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു പ്രവചനം നിറവേറുന്നു. യേശു പറഞ്ഞത് സംഭവിക്കുന്നു. ജാതി ജാതിയോടും രാഷ്ട്രം രാഷ്ട്രത്തോടും എതിർക്കും. ഇതൊരടയാളമാണ്. അടുത്ത അടയാളം, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. കഴിഞ്ഞ ഏത് കാലത്തേക്കാളും ഭൂകമ്പം വർദ്ധിച്ചിരിക്കുന്നു. ഇനിയും അടുത്ത സാധ്യതകളുണ്ട്. ഇതിനെ എങ്ങനെ തടയാമെന്നുള്ളതിന് ശാസ്ത്രജ്ഞന്മാരുടെ വലിയ സമ്മേളനങ്ങൾ സുനാമിക്ക് ശേഷം വിളിച്ചുകൂട്ടി. സുനാമിക്ക് ശേഷം വലിയ പഠനങ്ങൾ നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂകമ്പം വന്നാൽ മുൻകൂട്ടി അലാറം കൊടുക്കാനുള്ള വല്ല മാർഗവുമുണ്ടോ, രക്ഷപ്പെടാനുള്ള വല്ല മാർഗവുമുണ്ടോ? ഇതിനെക്കുറിച്ചെല്ലാം വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതും യേശു കർത്താവിന്റെ മടങ്ങിവരവിന്റെ അടയാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
യേശു കർത്താവിന്റെ അടയാളമായിട്ട് ഈ അടയാളങ്ങൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് വചനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. വാക്യം 7. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന നാമം തീർന്ന സകല ജാതികൾ നിങ്ങളെ പഹിക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പഹിക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അക്രമം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികളോടും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഞാൻ ഒരടയാളം കൂടെ ഈ സന്ദേശത്തിൽ പറയട്ടെ. 1, കള്ളക്രിസ്തുക്കൾ ധാരാളമായി എഴുന്നേൽക്കും. 2, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. 3, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. 4, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. 5ാമത്തെ അടയാളമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സർവലോക സുവിശേഷീകരണം. ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. അതായത് ഇന്നേക്ക് 2000 കൊല്ലം മുമ്പ് മെശിഹാ തമ്പുരാൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പി. അതിതുവരെ നടന്നിട്ടില്ല. 12 പേരോടാണ് ഇത് പറഞ്ഞത്. ആ 12 പേർക്ക് ഭൂലോകം മുഴുവൻ പോകാൻ അന്ന് വാഹനമില്ല. പക്ഷെ ഇതെല്ലാം പ്രവചനങ്ങളല്ലേ, ഈ കാലത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇന്ന് ഈ മെസ്സേജിലൂടെ എത്രയായിരം വീടുകളിലാണ് ഒരു സുവിശേഷകൻ എത്തിയത്. ഈ ഒരു സുവിശേഷ പ്രസംഗം ഈ അരമണിക്കൂർ കൊണ്ട് ആയിരക്കണക്കിന് വീടുകളിലെത്തി. ഇന്ത്യയിലും ലോകത്തിലെമ്പാടുമുള്ള സുവിശേഷകന്മാർ ഇതിനേക്കാൾ വലിയ ടെലിവിഷൻ സൗകര്യങ്ങൾ ഉപയോഗിച്ച്, റേഡിയോ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ലക്ഷങ്ങളോട് ഓരോ ദിവസവും പ്രസംഗിക്കുന്നു. 5ാമത്തെ അടയാളം ശ്രദ്ധിക്കൂ. ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ചില രാഷ്ട്രങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഇപ്പോൾ സ്വാതന്ത്ര്യമില്ല. ചില രാജ്യങ്ങളിൽ സുവിശേഷ പ്രസംഗിയരെ കയറ്റത്തില്ല, ചിലർ കേൾക്കുകയില്ല. പക്ഷെ ഈ പ്രവചനം നിറവേറണം. പ്രസംഗിക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ പ്രസംഗിക്കും, കേൾക്കുകയില്ലെന്ന് പറയുന്നിടത്തെല്ലാം കേൾപ്പിക്കും. ഇതൊക്കെ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക. സൗദി അറേബ്യയിൽ ഒരു ബൈബിൾ കൊണ്ടുപോകാൻ അനുവാദമില്ലായിരുന്നു. പക്ഷെ കുവൈറ്റ് യുദ്ധത്തിന് ശേഷം അവിടെ മുഴുവനും ബൈബിൾ വന്നു നിറഞ്ഞു. കാരണം വെള്ളക്കാരാണ് അവരെ സഹായിച്ചത്. അതിനുശേഷം ആ നയം അല്പം വ്യത്യാസം വന്നു. ഇതുപോലെ സുവിശേഷം എത്താത്ത രാഷ്ട്രങ്ങളിലെല്ലാം സുവിശേഷം എത്തി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മുസ്ലിം രാഷ്ട്രമായ ദുബൈയിൽ ലോകത്തിലെ വലിയ സാമ്പത്തിക സൗകര്യമുള്ള ആ രാഷ്ട്രത്തിന്റെ തലസ്ഥാനത്ത് ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടെ എയർപോർട്ടിന്റെ ഗ്രൗണ്ട് എടുത്ത് ലോകപ്രസിദ്ധനായ ഒരു സുവിശേഷകൻ 3 ദിവസം ആയിരങ്ങളോട് ലക്ഷങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന കാര്യം വിശ്വസിക്കാമോ? ബൈബിൾ വാക്യം ശ്രദ്ധിക്കൂ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പോൾ 5ാമത്തെ അടയാളം ലോക സുവിശേഷീകരണം. ഈ കഴിഞ്ഞ 2000 കൊല്ലം കൊണ്ട് 100 മൈൽ ഓടാൻ പറ്റിയെങ്കിൽ ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 10,000 മൈലിൽ കൂടുതൽ ഓടി. ഞാൻ വിശദീകരിക്കാം. യേശുതമ്പുരാന്റെ ആ സ്വർഗാരോഹണത്തിന് ശേഷം ഈ കഴിഞ്ഞ 2000 വർഷം കൊണ്ട് സുവിശേഷകൻ ഒരു 100 മൈൽ കവർ ചെയ്തെങ്കിൽ 2000-ന് ശേഷമുള്ള ഈ 5 കൊല്ലം കൊണ്ട് 100-ന് പകരം 10,000 മൈൽ അല്ല കവർ ചെയ്തു. എന്നാൽ അടുത്ത കണക്ക് കേട്ടോളൂ. അടുത്ത 1 കൊല്ലം കൊണ്ട് 1,00,000 മൈലല്ല കവർ ചെയ്യാൻ പോണത്. ഇതിന്റെ ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്.
മുൻപെല്ലാ കാലത്തെക്കാളും അതിവേഗത്തിൽ സുവിശേഷ വാഹനം കുതിക്കുകയാണ്. എത്താത്ത മേഖലകളിലെല്ലാം എത്തുന്നു, കേറാത്ത വീടുകളിലെല്ലാം കയറുന്നു. സുവിശേഷം ഇതാ അതിവേഗം പായുന്നു. അർത്ഥം എന്താണ്? കർത്താവ് മടങ്ങി വരാറായി. ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും ലോക സുവിശേഷീകരണം. ഇന്ന് ടെലിവിഷനിൽ എത്ര ചാനലിലാണ് സുവിശേഷം നിങ്ങളോട് സംസാരിക്കും? ഏത് രാജ്യത്താണ് ഇത് കിട്ടാത്തത്? അർത്ഥം എന്താണെന്നറിയാമോ? കർത്താവ് വരാറായി. ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് കർത്താവിന്റെ വചനവുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തിനായി നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഇന്ന് ലഭിക്കാൻ പോകുന്ന വചനത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ പല വീടുകളിലിരിക്കുന്നു, പല സ്ഥലങ്ങളിലിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് ഇപ്പോൾ ഈ വചനത്താൽ ബന്ധിക്കപ്പെടുകയാണ്. തമ്മിൽ കാണുന്നില്ലെങ്കിലും ഈ സമയം വിലയേറിയതാണ്. കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ 2-3 പേര് ഒരുമിച്ച് ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. ഈ ടെലിവിഷൻ സെറ്റിന്റെ മുൻപിൽ നമ്മൾ 2-3 പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇങ്ങനെ 2-3 ആളുകൾ വീതം 100 കണക്കിന് 1000 വീടുകളിൽ ഇപ്പോൾ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കർത്താവ് വാഗ്ദത്തം പറഞ്ഞു, അവൻ നമ്മുടെ നടുവിൽ വരാമെന്ന്. നമുക്കങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വചനധ്യാനത്തിന് വേണ്ടിയും നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിൽ ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. ഇതിനകത്തൊരു ക്രിസ്തീയമായ സ്നേഹബന്ധവും വളരണം. നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. അവർക്ക് രോഗങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, വിവാഹത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. രോഗികളായിരിക്കുന്നവർ ഞങ്ങളെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാം പരസ്യമായി പറയാൻ പാടില്ലാത്ത വിഷയങ്ങളും ഉള്ളതുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവെ, എൻ്റെ അടുത്ത് അകലെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ സൗഖ്യമാക്കുന്നതോടുകൂടി അവരെ സൗഖ്യമാക്കണമേ. എന്നെ സഹായിക്കുന്നത് പോലെ അവരെയും സൗഖ്യമാക്കണമേ. ഈ ടെലിവിഷൻ മിനിസ്ട്രിയെ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കൂ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്വർഗീയ പിതാവേ, ഇങ്ങനെയൊരു വചന കേൾവി, വചന കൂട്ടായ്മ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വചനം കേൾക്കാനുള്ള ഒരു നല്ല അവസരം കർത്താവ് ദാനമായി തന്നതുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. പിതാവെ, വചനം ധ്യാനിപ്പാനും വചനം ഗ്രഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ശക്തി ഇവയെല്ലാം ഞങ്ങൾക്ക് നൽകി തരണമേ. ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തമ്മിൽ ഞങ്ങൾ കാണുന്നില്ലെങ്കിലും അനേകരെ ഇപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അയച്ച് ദൈവത്തിൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്താലുള്ള വിടുതലും സൗഖ്യവും ആരോഗ്യവും വെളിച്ചവും അവർക്ക് നൽകണമേ. ഇപ്പോൾ അവരെ അലട്ടുന്ന പ്രശ്നം, അവർ പ്രാർത്ഥിക്കുന്ന വിഷയം, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വിഷയം, അവരെ തളർത്തിയിരിക്കുന്ന വിഷയം, അവരെ തകർത്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്തായാലും കർത്താവിൻ്റെ നാമത്തിൽ ആ വിഷയം മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണല്ലോ തുടർച്ചയായി നാം ചിന്തിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ട് ദൈവവചനം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. യേശു കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നുവെന്ന്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് കർത്താവ് ശിഷ്യന്മാരെ വിട്ട് ആകാശത്തിലേക്ക് പോകുമ്പോൾ ദൂതന്മാരവിടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ മടങ്ങി വരും. അപ്പോൾ യേശു മടങ്ങി വരും. യേശുവിൻ്റെ മടങ്ങിവരവ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ പരമപ്രധാനമായ വിഷയത്തിന് വേണ്ടി നാം ഒരുങ്ങേണ്ടതുണ്ട്. നമ്മളത് അറിയാതെ പോകാൻ പാടില്ല. ആകയാൽ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും യേശു കർത്താവിൻ്റെ ജനനത്തെ ഓർക്കാറുണ്ടല്ലോ. ഡിസംബർ
25 കർത്താവിന്റെ ജനനത്തെ ഓർക്കാറുണ്ട് അല്ലേ? പിന്നെ അവന്റെ മരണം നമ്മൾ ഓർക്കാറുണ്ട്, ദുഃഖവെള്ളിയാഴ്ച. അവന്റെ ഉയർപ്പ് നമ്മൾ ഓർക്കാറുണ്ട്, ഈസ്റ്റർ. പക്ഷേ ഇതിലേതെങ്കിലും ഓർക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ ജനന ദിവസം ഓർക്കണം, നിങ്ങൾ അതിനു വേണ്ടി ഒരു പെരുന്നാൾ കഴിക്കണം, യേശു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ മരണ ദിവസം ഓർക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മരണത്തെ ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആണ്ടിലൊരിക്കലല്ല, കൂടി വരുമ്പോഴൊക്കെ ഓർക്കണം. അതാണ് കൃപാന എന്ന പേരിൽ നടത്തപ്പെടുന്ന അപ്പം നുറുക്ക് അല്ലെങ്കിൽ കർത്തൃമേശ എന്ന ശുശ്രൂഷ. അല്ലാതെ ആണ്ടിലൊരിക്കൽ ആ മരണം ഓർക്കുക എന്നതും വാസ്തവത്തിൽ കർത്താവിന്റെ കൽപ്പനയല്ല. അഥവാ ആണെങ്കിൽ പോലും മരണത്തെ ഓർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഉയർപ്പോ? ഉയർപ്പ് കൊണ്ടാടാനോ ആഘോഷിക്കുവാനോ നമുക്ക് വകുപ്പില്ല, വ്യവസ്ഥയില്ല. ഇതൊന്നും ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കൂട്ടാം. ഓണം ആഘോഷിക്കുന്നത് പോലെ മനുഷ്യൻ സാമൂഹ്യ ജീവിയല്ലേ, ഒരു കൂട്ടായ്മ, എല്ലാവരും കൂടി ഒന്ന് സന്തോഷിക്കുകയോ ഒരു കേക്ക് മുറിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമെങ്കിൽ ഓക്കെ. എന്നാൽ ഓർക്കണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ഓർക്കുന്നില്ല എങ്കിൽ അതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ പറഞ്ഞത്. ഓർക്കണം എന്ന് പറയാത്ത കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഓർക്കണമെന്ന് യേശു ഏറെക്കുറെ 25 പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് മടങ്ങിവരവാണ്. നാളും നാഴികയും നിങ്ങൾ അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. നാളും നാഴികയും അറിയിക്കാത്തത് എന്താണെന്നറിയാമോ? ഓർക്കാൻ വേണ്ടിയാ, ഉണർന്നിരിക്കാൻ വേണ്ടിയാ, വളരെ ശ്രദ്ധയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ് ടൈം പറയാത്തത്. ടൈം പറഞ്ഞാൽ ആ സമയം വരെ മനുഷ്യൻ ഉഴപ്പിപ്പോവും. മനുഷ്യന്റെ സ്വഭാവം സൃഷ്ടാവിനല്ലേ അറിയുള്ളൂ. പക്ഷേ നിങ്ങൾ എപ്പോഴും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഓർക്കാറില്ല. അതേസമയം പറയാത്ത കാര്യം നമ്മൾ ഓർത്തോർത്തോർത്തോർത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ ടെലിവിഷനിലൂടെ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ലളിതമായ ചില പാഠങ്ങൾ പഠിക്കുകയാണ്. ഇത് സംബന്ധിച്ച് തന്നെ കുറെ കൂടെ ഡീപ്പായ, കുറെ കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രവചന വിഷയങ്ങളുണ്ട്. ദാനിയേൽ പ്രവചനം, വെളിപ്പാട് പുസ്തകം തുടങ്ങിയ 2 ബുക്ക്, മൂന്നാമത് എസെക്കിയേൽ പ്രവചനം, ഇങ്ങനെയുള്ള 2-3 പുസ്തകങ്ങളെ ആസ്പദമാക്കി വലിയ പഠനങ്ങൾ ഈ വിഷയത്തിലുണ്ട്. പക്ഷേ അത് ഇങ്ങനെയുള്ള ഒരു ചെറിയ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമല്ല. എന്നാൽ ഇതിൻ്റെ ഒരു ലളിത പാഠമാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരന് യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾക്ക് ആവശ്യമുള്ളവർ കത്തെഴുതിയാൽ പുസ്തകങ്ങളുടെ പേരയച്ചു തരാം. പുസ്തകങ്ങൾ അല്പം വില കൂടിയ പുസ്തകങ്ങളായിരിക്കും ഇതിനെക്കുറിച്ചുള്ളത്. അത് ഞങ്ങൾ എഴുതിയ പുസ്തകങ്ങളല്ല. ഈ വിഷയത്തിൽ വിദഗ്ധ പണ്ഡിതന്മാരെഴുതിയ നല്ല പുസ്തകങ്ങൾ CLS, OM തുടങ്ങിയുള്ള ബുക്ക് സ്റ്റോളുകളിലും ഇതര ക്രിസ്തീയ പുസ്തകശാലകളിലും കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട ബൃഹത് ഗ്രന്ഥങ്ങൾ വാങ്ങാൻ കിട്ടും. ആഴമായ പഠനം ആവശ്യമുള്ളവർക്ക് അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു തരാൻ എനിക്ക് താല്പര്യമുണ്ട്. കത്തുകൾ അയക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്താൽ പറഞ്ഞു തരാം. എന്നാൽ ഇവിടെ നമ്മൾ സിമ്പിൾ, ലളിതമായി കർത്താവിന്റെ മടങ്ങിവരവ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, എപ്പോഴാണ്, എന്താണ് അതിന്റെ ലക്ഷണം, അടയാളം എന്താണ്, ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നുള്ളൂ. ഇതിനോടുള്ള ബന്ധത്തിൽ ഏറെക്കുറെ 16 ദിവസത്തോളം തുടർച്ചയായി നിങ്ങളോട് സംസാരിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. തുടർച്ചയായിട്ട് നാം പിന്നെയും പോവുകയാണ്. അതിൽ കൂടുതൽ സന്ദേശങ്ങൾ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഈ സന്ദേശത്തെ നാം തുടരുകയാണ്. നമുക്ക് യേശു കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള പാഠത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാം. അടയാളങ്ങൾ ചിലത് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പുതുതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ, യേശു കർത്താവ് പറഞ്ഞു തൻ്റെ മടങ്ങിവരവിന് ചില അടയാളങ്ങൾ ഉണ്ടെന്ന്. അതെന്തിനാണ്? അവന്റെ ശിഷ്യന്മാർ അത് അറിഞ്ഞിരുന്നാൽ
സംഭവങ്ങൾ കാണുമ്പോൾ കർത്താവിൻ്റെ വരവാണ് എന്ന് അറിയാമല്ലോ. അതിനുവേണ്ടി ശിഷ്യന്മാരോട് മാത്രമായിട്ട് യേശു ഈ വിഷയം സംസാരിച്ചു. അത് പ്രധാനമായും 2 ബുക്കുകളിൽ കിടക്കുന്നു. ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം. ഈ 2 പുസ്തകങ്ങളിൽ, ഈ 2 അധ്യായങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. അതിൽ നിന്ന് മറ്റൊരടയാളം ഇന്ന് നമുക്ക് നോക്കാം. 24:12. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. സൂചിക്കാൻ പറയുന്നു. 7:30 യേശു ഇത് പറഞ്ഞു. 2005 നമ്മൾ ഇത് പഠിച്ചു. അധർമ്മം പെരുകും ആണ് ഒരടയാളം. ഒരടയാളം സ്നേഹമാണ്. അധർമ്മം പെരുകും. 7:30 പറഞ്ഞു. ഈ 2000 വർഷത്തിനുള്ളിൽ പെരുകിയോ? കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന അധർമ്മം പെരുകിയെന്നല്ല, ഇല്ലാതെയായി. ധാർമ്മിക മൂല്യങ്ങൾ ഏറെ അന്യന്നു പോയിരിക്കുകയാണ്. ചില ജീവികളെയും പക്ഷികളെയും എന്നേക്കുമായി നശിച്ചു പോകാതിരിപ്പാൻ കാഴ്ച ബംഗ്ലാവിലും ഒക്കെ സൂക്ഷിക്കുന്നത് പോലെ ധർമ്മം എന്നത് ഇന്ന് കാഴ്ച ബംഗ്ലാവിലോ മ്യൂസിയത്തിലോ പോയി തപ്പേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നു. ഇന്നത്തെ ഈ കൺസ്യൂമർ സംസ്കാരം, ഈ ബിസിനസ് മൈൻഡ് മനുഷ്യരെ മുഴുവനും കച്ചവട കണ്ണുകൊണ്ട് കാണുകയാണ്. ആരോ പറഞ്ഞു, മാട്രിമോണിയൽ ഈസ് എ മാറ്റർ ഓഫ് മണി. വിവാഹം എന്ന് പറയുന്നത് പണത്തിന്റെ ഒരു കളിയാണെന്ന്. പണത്തിന് വേണ്ടിയുള്ള ഒരു ബിസിനസ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരൻ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, അദ്ദേഹം അതിലൂടെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെയാണ് കാണുന്നത്. ഭൂമിയിലെ സകല ആളുകളും ഈ വിധത്തിൽ കാര്യങ്ങളെ തലതിരിച്ചു കാണുന്നു. അപ്പോൾ ധർമ്മം എന്നൊരു സാധനം ഏറെക്കുറെ അന്യം നിന്നുകൊണ്ടിരിക്കുന്നു. പത്രവാർത്തകളിലെ ആ കയ്പുള്ള കറുത്ത ഭാഗങ്ങളൊക്കെ പരസ്യമായി വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും അധാർമികതയുടെ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ കാല് വെട്ടാൻ, കൈവെട്ടാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നിങ്ങൾ പത്രത്തിൽ വായിച്ചോ, ആളുമാറി വെട്ടിയെന്ന്. അതായത് 3-4 ചെറുപ്പക്കാർ ഒരു തുക കൈപ്പറ്റിയിട്ട് ഒരാളെ വെട്ടാൻ പോവുകയാണ്. അയാൾക്കോട് പറഞ്ഞിരിക്കുന്നത് ചെറിയ ഒരു തുകയാണ്, എത്രയോ ഞാൻ ഓർക്കുന്നില്ല, 5000-ഓ 10,000-ഓ. അത് മേടിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് കൊല്ലണ്ട, ഒരു കൈ അങ്ങ് വെട്ടിയാൽ മതിയെന്ന്. ഈ ഗ്രൂപ്പ് വെട്ടാൻ ചെല്ലുന്നു, ഒരു കൈ വെട്ടി അവർ സ്ഥലം വിട്ടു. പക്ഷെ ഒരു നിരപരാധിയുടെ കൈയാണ് വെട്ടിയത്. ഇവർക്കൊരു ഫോട്ടോയും ഒരു രൂപവും ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അതേപോലെ ഒരാളെ ഇരുട്ടല്ലേ പെട്ടെന്ന് കണ്ടു, വെട്ടി. എന്നിട്ട് പിന്നീട് അതിനെക്കുറിച്ചുള്ള വാർത്ത വളരെ ദയനീയമാണ്. മനുഷ്യൻ ധാർമ്മികമായി എന്തുമാത്രം തകർന്നു എന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ പറ്റും. ആളുമാറി കൊലപാതകം. അതേ കാശ് കൊണ്ട് അവർ പോയി മറ്റേയാളെ വീണ്ടും വെട്ടണം. അപ്പൊ ഈ കൊടുത്ത കാശ് കൊണ്ട് ഈ വ്യക്തി പറഞ്ഞ ആളെ വെട്ടണം. അതിനുവേണ്ടി അവർ വീണ്ടും പോകുന്നു.
ഈ ആദ്യത്തെ ആളെ വെട്ടിയതിനു വേണ്ടി പോലീസ് അന്വേഷണം തുടരുന്നു. അതും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആളെ വെട്ടുന്നു. ഇവരുടെ വഴിക്ക് പോകുന്നു. ഇവർ പിന്നീട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നു, മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ പോയി വെട്ടുന്നു. ആരിത് ചെയ്യുന്നു? കാണ്ടാമൃഗമല്ല, കരിമ്പുലിയല്ല, കാട്ടാനയുമല്ല. തോമസ്, ഗോപി, രാമൻ, രാജു, ഇങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അധർമ്മം പെരുകുന്നു. അധർമ്മം പെരുകുന്നു. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. എത്ര കൊല്ലം മുമ്പ് പറഞ്ഞു? 2000 വർഷം മുമ്പ് പറഞ്ഞു. എന്താണത്? ഈ യുഗത്തിന്റെ അവസാനത്തിന്റെ ലക്ഷണമായിരിക്കും അത്. ഇത് കൂടും എന്ന് യേശു പറഞ്ഞത് ഗ്രാജുവലി അന്ന് മുതൽ കൂടുകയാണ്, മാക്സിമത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്ത് മനസ്സിലാക്കണം? യേശു പറഞ്ഞ സമയമായി എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരാഴ്ചത്തെ പത്രം അടുക്കി വയ്ക്കുക, അധർമ്മത്തിന്റെ പെരുപ്പം അവിടെ കാണാം, അധർമ്മത്തിന്റെ വർധനവ് അവിടെ കാണാം. ഇതിനു മുമ്പൊന്നും വായിക്കാത്ത തരം വാർത്തകളും ആ സൈസ് പരിപാടികളും മനുഷ്യ സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഒരുത്തനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ്സുകൾ, പരിപാടികളൊക്കെ വർദ്ധിച്ചു വരുന്നു. അതെ, യേശു പറഞ്ഞ അടയാളം അധർമ്മം പെരുകും. അധർമ്മം പെരുകും. അന്ന് മുതൽ ഇന്ന് വരെ കൊണ്ട് അധർമ്മം ഓരോ ദിവസവും പെരുകുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും അത് കൂടിക്കൂടി വരികയാണ്. ലേറ്റസ്റ്റ് വൃത്തികേടുകൾ, പരിഷ്കരിച്ച ക്രൂരതകൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നു. ഒരധ്യാപകൻ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അധ്യാപകനെ കുറിച്ച് പറയുന്നത് കുട്ടികൾക്ക് പ്രിയങ്കരനായിരുന്നു എന്നാണ്. നമുക്കറിയില്ല. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ ആ ക്ലാസ്സിലേക്ക് കയറി വരുന്നു. എന്നെ കൊല്ലല്ലേ എന്ന് അധ്യാപകൻ പറയുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ ഈയല് പോലെ വിറച്ച് ക്ലാസ്സിലിരിക്കുന്നു. ഇവരകത്ത് കയറി കുട്ടികളുടെ കൺമുമ്പിലിട്ട് അവരുടെ പ്രിയങ്കരനായ അധ്യാപകനെ തലങ്ങും വിലങ്ങും വെട്ടി കഷ്ണം കഷ്ണമായി മുറിച്ച് ചോരക്കളമാക്കി. എവിടെ നടന്ന കാര്യമാണ്? ഉഗാണ്ടയിൽ നടന്നതല്ല, സാക്ഷര കേരളത്തിൽ നടന്ന കാര്യമാണ്. വിദ്യാഭ്യാസമുണ്ട്. കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഒരു അധ്യാപകനെ വെട്ടി നുറുക്കുന്നു. രാഷ്ട്രീയ കൊലപാതകം എന്നാണ് അതിന്റെ പേര്. അതിനൊരു വിധിയൊക്കെ ഈയിടെ വന്നതായിട്ട് ഓർക്കുന്നു. അതൊക്കെ വളരെ പതുക്കെ വരും. അത് അടുത്ത കോടതിയിൽ ചെന്ന് വീണ്ടും അതിനെ മുഖം മാറ്റിയെടുക്കുന്നു. കോടതിയെ വിമർശിക്കുവാൻ ഒരു സുവിശേഷന് അവകാശമില്ല. എന്റെ വിഷയം അതല്ല. അധർമ്മം പെരുകുന്നു, ക്രൂരത വർദ്ധിക്കുന്നു. ആ കുട്ടികളെ അവരുടെ മനസ്സിന്റെ മുറിവ് കെട്ടുവാൻ ഇനിയും ഭൂമിയിൽ ആർക്കും കഴിയില്ല. അവരിൽ പല കുഞ്ഞുങ്ങളും പിന്നീട് സ്കൂളിൽ പോയില്ല. ചില കുഞ്ഞുങ്ങൾ ഭയം കൊണ്ട് രാവും പകലും ഉറങ്ങാതെയായി. ചില കുട്ടികളുടെ മാനസിക സമനില തെറ്റിപ്പോയി. നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ പലരും വിദ്യാലയത്തിലേക്ക് പോകാൻ പേടിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ നല്ല പാട്ടുകാര യേശുദാസ് തുടങ്ങിയുള്ള നല്ല ആളുകൾ മറ്റാരൊക്കെയോ സാമൂഹിക പ്രവർത്തകർ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച വാർത്തകളൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. ഇത് യേശു പറഞ്ഞ ഒരു പ്രവചനം ഇതിനോട് ഞങ്ങൾ ബന്ധിപ്പിക്കുന്നു. അധർമ്മം പെരുകുന്നു. അവിടെ തന്നെ രണ്ടാമത്തേത്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തേത്, വാക്യം 12 ഒരെണ്ണം കൂടെ പറഞ്ഞിരിക്കുന്നു. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. സ്നേഹം തണുത്തുപോകും. സ്നേഹം ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം തണുത്തുപോയി. സ്നേഹം ഒഴുകുന്നില്ല. സ്നേഹം ആ സ്വാർത്ഥതയിൽ ഒതുങ്ങുന്നു. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് എല്ലാം സ്വാർത്ഥതയിൽ നിന്നാണ് വരുന്നത്.
സ്നേഹം എന്ന് ഇവിടെ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹമൊക്കെ നിങ്ങളൊന്ന് ശരിക്കും അനലൈസ് ചെയ്താൽ, ശരിക്കൊന്ന് വിശദമായി പഠിച്ചാൽ, ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഭാര്യയെ സ്നേഹിക്കുന്നത് വാസ്തവത്തിൽ ഒരു നല്ല ശതമാനം പേര് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയെ കൊണ്ട് അവന് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഭർത്താവിനെ സ്നേഹിക്കുന്നതും അതുപോലെയൊക്കെ തന്നെ. മക്കളെ സ്നേഹിക്കുന്നത്, അമ്മയെ സ്നേഹിക്കുന്നത്, അപ്പനെ സ്നേഹിക്കുന്നത് അവന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇതാണ് ഫ്രീസ് ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ. സ്നേഹം തണുത്തുപോയി, ഒഴുക്കുന്നില്ല. അതങ്ങ് ചുരുങ്ങി 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 അത് വേറെ സാധനമായിപ്പോയി. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സ്നേഹത്തെക്കുറിച്ചൊരു ഉപന്യാസം എഴുതാൻ പഴയതിനേക്കാൾ കഴിവുണ്ട് ആളുകൾക്ക്. സ്നേഹത്തെക്കുറിച്ചൊരു കവിത എഴുതാനൊക്കെ ഇപ്പം നല്ല കഴിവുള്ള ആളുകളുണ്ട്. സ്നേഹത്തെക്കുറിച്ച് നല്ല പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനൊക്കെ നല്ല വിദഗ്ധമായ കഴിവുള്ള ആളുകൾ നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷെ സ്നേഹം തണുത്തു പോയിരിക്കുന്നു. ശരിയാണോ? എവിടെ സ്നേഹം? സ്നേഹത്തിന് നല്ല പര്യായപദങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ യഥാർത്ഥ സ്നേഹം കാണാനില്ലാതെ വണ്ണം അന്തരീക്ഷം വരണ്ടിരിക്കുന്നു, ശുഷ്കമായിരിക്കുന്നു. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്നാണ് കർത്താവായ യേശു അടയാളങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞിരിക്കുന്നു. മുൻപ് എന്നത്തേക്കാളും വൃദ്ധമന്ദിരങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പണ്ടൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു വൃദ്ധമന്ദിരങ്ങൾ. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വൃദ്ധമന്ദിരം വർദ്ധിക്കുന്നു. അത് പേ ചെയ്തിട്ടുള്ളതും പണം കൊടുത്തിട്ടുള്ളതും പണം കൊടുക്കാതെയുള്ളതും, അനാഥ വൃദ്ധമന്ദിരവും അല്ലാത്ത വൃദ്ധമന്ദിരവും 1, 2, 3, 4 ക്ലാസുകളായിട്ട് തിരിച്ചുള്ള വൃദ്ധമന്ദിരം വന്നു കഴിഞ്ഞു. അതായത് നിർധനരും അനാഥരും ആയ വൃദ്ധന്മാരെ, വൃദ്ധകളെ പാർപ്പിക്കുന്ന ഒരു കേന്ദ്രം. അതൊരു കാറ്റഗറി. മറ്റൊന്ന് കുറച്ചെങ്കിലും പൈസ കൊടുക്കാൻ കഴിവുള്ളവർക്കുള്ള വൃദ്ധമന്ദിരം. മറ്റൊന്ന് നല്ല സൗകര്യമുള്ള വീട്ടിലെ, സാമാന്യം സൗകര്യമുള്ള വീട്ടിലെ. പിന്നെ ഒന്ന് വലിയ VIPസിൻ്റെ. എന്താ സംഭവം? ഒരു 10-20 ലക്ഷം രൂപ ഞങ്ങളെ തന്നേക്കാം, ഞങ്ങളുടെ അപ്പനെയും അമ്മയും നല്ല മനോഹരമായ ഫുഡ് കൊടുത്ത്, നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് നിങ്ങൾ നോക്കണം, ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് സ്ഥാപനങ്ങൾ വരുന്നു. അത് ഏറ്റവും ഹൈ ലെവൽ 5 സ്റ്റാർ വൃദ്ധമന്ദിരം. സങ്കല്പമല്ല ഞാൻ പറയുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ട്? പൈസയുണ്ട്, പക്ഷെ സ്നേഹമില്ല. ഈ മാതാപിതാക്കൾ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം അങ്ങനെ പറ്റുള്ളത്, ഇനിയിപ്പോൾ നിവൃത്തിയില്ല. അതുകൊണ്ട് അവരതിനകത്ത് അങ്ങ് സന്തോഷിക്കുക. അങ്ങനെ ഒരു നല്ല സൗകര്യമുള്ള, വിദേശത്ത് നല്ല സൗകര്യമുള്ള ഒരു മനുഷ്യൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി എന്നെ ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ലാസ്റ്റ് ടൈം നാട്ടിൽ താമസിച്ചാൽ കൊള്ളാവുന്നുണ്ട്, അതിനേതെങ്കിലും ഒരുവിധം സ്റ്റാൻഡേർഡുള്ള വൃദ്ധമന്ദിരം എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, മക്കൾ നല്ല ജോലിയിലാണ്, വിദേശത്താണ്. എന്താണ് പ്രശ്നം? അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അതുകൊണ്ട് അവരതിന് പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലും പൈസയുണ്ട്, ഞാനങ്ങ് പോരാം. നമുക്കതിൻ്റെ അകത്തെ അർത്ഥം മനസ്സിലായി. പുള്ളിക്കാരുടെയിലും പൈസയുണ്ട്, പിള്ളേരുടെയിലും പൈസയുണ്ട്, പക്ഷെ സ്നേഹം അവിടെയില്ല, ഇവിടെയില്ല. പിള്ളേരെ കാണണമെന്ന് പുള്ളിക്കുമില്ല. അത് സാഹചര്യത്തോടെ ഇണങ്ങാൻ മനുഷ്യൻ മിടുക്കനാണല്ലോ. വിശേഷിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തോടെ അവൻ ഇണങ്ങും. അത് അവർ കണക്കിന് നല്ലത്, പ്രശ്നങ്ങളില്ലാതെ പോട്ടെ. പക്ഷെ ഇതൊരു വിഷയമാണെന്നാണ് നമ്മുടെ വിഷയം. സ്നേഹം തണുത്തുപോയി. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുന്നു, 2.5 വയസ്സാവുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ബോർഡിങ്ങിലാക്കുന്നു. ആ കുഞ്ഞുങ്ങൾ കരഞ്ഞു കൂവിയാണ് ആ ബോർഡിങ്ങിലേക്ക് പോകുന്നത്. അന്ന് തന്നെ ആ കുഞ്ഞുങ്ങൾ മനസ്സിലെഴുതും, 65 വയസ്സ് കഴിയുമ്പോൾ അപ്പനെയും അമ്മയും ഞങ്ങൾ ഇതുപോലെ ഒരു ബോർഡിങ്ങിലാക്കിക്കോളാം.
ഇതാണ് ഈ സംസ്കാരത്തിൻ്റെ പോക്ക്. സ്നേഹം തണുത്തു പോകും. കുഞ്ഞുങ്ങളെ ഒപ്പം നിർത്തി പഠിപ്പിക്കാൻ പറ്റാത്തൊരു കാലം എങ്ങനെയോ വന്നുകൂടി. ഇതൊക്കെ ഒരു ഫാഷനായിട്ട് നമ്മളങ്ങ് അംഗീകരിച്ചിരിക്കുക. വൃത്തികേടുകളൊക്കെ, അതായത് ബൈബിളിൽ മറ്റൊരു വാക്യമുണ്ട്, ലജ്ജ ആയതിൽ അവർക്ക് മാനം തോന്നും. വളരെ മോശമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഫാഷനായി കഴിഞ്ഞു. പുരുഷന്മാർ വസ്ത്രം ധരിക്കുകയും സ്ത്രീകൾ വസ്ത്രം ധരിക്കാതിരിക്കുകയും ചെയ്യുന്നതല്ലേ ഇപ്പോഴത്തെ ശൈലി. നിങ്ങൾ ഏതെങ്കിലും ടെലിവിഷനിൽ ഏതെങ്കിലും ഒരു പരസ്യമോ സ്പോർട്സോ ഏത് കളിയിലും നോക്കിക്കോ, ആർക്കാ വസ്ത്രം കൂടുതൽ? പുരുഷന്മാർക്ക് നല്ല വസ്ത്രങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അവർ മിക്കവാറെല്ലാം കവർ ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ തിരിച്ചാ വേണ്ടത്, അല്ലേ? തിരിച്ചാ വേണ്ടത്. പുരുഷൻ ഇച്ചിരി വസ്ത്രം കുറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. കാരണം സ്ത്രീയുടെ ശരീരപ്രകൃതി പുരുഷന്റെ ശരീരപ്രകൃതി രണ്ടല്ലേ. പക്ഷെ സ്ത്രീകൾ വസ്ത്രം കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം വൃത്തികേടിൽ ആളുകൾ സന്തോഷിക്കുക. ബൈബിൾ പ്രമാണം ബാക്കി ഇങ്ങനെ കിടപ്പുണ്ട്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. നമ്മുടെ വിഷയം എന്താ? കർത്താവിൻ്റെ വരവ്. ബൈബിളാണ് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, സുവിശേഷമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കാലഘട്ടത്തിന് പ്രത്യേകതയാണ് കേട്ടോ. സ്നേഹം തണുത്തുപോയി. മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചില്ല എങ്കിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുകയില്ലെന്ന് വേദപുസ്തകത്തിലെ പ്രമാണം തിരുത്താൻ പറ്റൂല. അതിപ്പോൾ ഇംഗ്ലണ്ടിലായാലും അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ആഫ്രിക്കയിലായാലും നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിനക്ക് നന്മ ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, സ്നേഹിക്കണം. അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം തണുത്തു. ഇന്നത്തെ സമയം തീർന്നതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നമുക്ക് തുടരുന്നതാണ്. നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കണം, മറക്കരുത്. മറ്റുള്ളവരെ കൂടെ വിളിക്കുക, ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക.